നമസ്കാരം. ഇന്ന് നമുക്ക് ഒരേ ആരോഹണ അവരോഹണങ്ങളുള്ള രണ്ട് രാഗത്തെക്കുറിച്ച് നോക്കാം. മോഹനം, വാസന്തി എന്നീ രാഗങ്ങളാണ്. മോഹനത്തിനും വാസന്തിക്കും ഒരേ ആരോഹണ അവരോഹണങ്ങളാണ്. മോഹനത്തിൻ്റെ ചതുശ്രുതി ധൈവതത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധ ധൈവതം വന്നാൽ അത് വാസന്തിയാകും. മോഹനം 28ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ്. വാസന്തി 27ാമത്തെ മേളകർത്ത രാഗമായ സരസാംഗിയുടെ ജന്യരാഗമാണ്. നമുക്ക് മോഹനത്തിന്റെ ആരോഹണ അവരോഹണം നോക്കാം. സാരി ഗ പ ധ സ സാ ധ പ ഗ രി സ ഗ പ ധ ധ പ ധ സ ധ പ ഗ പ ധ സ ധ പ ഗ പ ഗ രി ഗ രി സ ധ പ പ ധ സ ധ സ ടി രി ധ സ ടി ഗ ഗ ഗ രി ഗ സ ടി ഗ ധ സ ടി ഗ പ ധ ധ പ ധ സ ധ സ രി രി സ ധ സ രി ധ രി സ രി സ ധ സ ധ പ ഗ പ ധ സ രി രി ധ സ രി ഗ ഗ ധ സ രി ഗ പ ഗ രി സ ധ സ രി ഗ രി സ ധ സ ധ പ പ ധ സ ധ സ രി സ രി ഗ പ ഗ രി സ ധ പ ഗ പ ധ പ. ദൈവതം മാറി. ദൈവതം ശുദ്ധ ദൈവതമായപ്പോൾ രാഗം വാസന്തിയിലേക്ക് മാറി. ഗ പ ധ പ ഗ പ ഗ ഗ പ ഗ ധ പ ഗ പ ധ ധ പ ധ സ ധ പ ഗ പ ധ സ ധ പ ഗ പ ധ പ ധ സ ധ സ രി ഗ രി സ ധ പ ഗ പ ധ ധ പ ധ പ ഗ പ ഗ രി ഗ രി സ ധ പ പ ധ സ ധ സ ടി രി ധ സ ടി ഗ ഗ ഗ ഗ ഗ രി സ ധ സ ടി ഗ പ ധ ഗ പ ധ ധ പ ധ പ ഗ പ ധ പ ധ സ ധ സ രി സ രി ഗ രി സ ധ പ ഗ പ ധ പ ഗ പ ഗ രി ഗ രി സ ധ പ പ ധ സ ടി ധ സ ടി സ. ഇതാണ് മോഹനവും വാസന്തിയും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു സ്വരമേ മാറുന്നുള്ളൂ എങ്കിലും രാഗങ്ങളുടെ ഛായ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. മോഹനം വളരെ സന്തോഷപ്രദമായിട്ടുള്ള, വളരെ സന്തോഷം തരുന്ന, വളരെ ഊർജ്ജസ്വലത തരുന്ന ഒരു രാഗമാണ് മോഹനം. വാസന്തി ആണെങ്കിൽ നമുക്ക് വളരെ ഒരു സുഖമായിട്ടുള്ള ഒരു ക്വയറ്റ്, ഒരു ക്വയറ്റ് എഫക്റ്റ്, അതായത് വളരെ ഒരു റിലീഫ് തരുന്ന, ഒരു സ്ട്രെസ് റിലീഫ് തരുന്ന ഒരു രാഗമാണ് വാസന്തി. അടുത്ത ഒരു എപ്പിസോഡിൽ ഒരേ ആരോഹണ അവരോഹണങ്ങളുള്ള മറ്റ് രണ്ട് രാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.